നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. നിരവധി വാർത്തകളുണ്ട്. ആദ്യമേ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്ന് ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഇറാൻ, ഇസ്രയേൽ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. യാത്രക്കാർ ബന്ധപ്പെട്ട എയർലൈനുകളിലോ ട്രാവൽ ഏജന്റുമാരുമായോ വിമാന കമ്പനി വെബ്സൈറ്റിലൂടെയോ ബുക്കിംഗ് പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണന എന്നും സർവീസ് റദ്ദാക്കിയതുമൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും എയർലൈനുകൾ അറിയിച്ചു. ദുബായ്, അബുദാബി, ഷാർജ സെക്ടറുകളിൽ നിന്ന് മധ്യപൂർവ്വദേശ രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തവർ യാത്ര പുറപ്പെടുന്നതിനു മുൻപ് വിമാന സമയം മാറ്റം പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും അത്യാവശ്യമില്ലാത്തവർ യാത്ര പുനഃക്രമീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. എമിറേറ്റ്സ് എയർലൈൻ അമ്മാൻ, ബെയ്റൂട്ട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ 22 വരെയും ടെഹ്റാൻ, ബാഗ്ദാദ്, ബസ്ര എന്നിവിടങ്ങളിലേക്ക് 30 വരെയുമാണ് നിർത്തിവച്ചിട്ടുള്ളത്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ രാജ്യങ്ങളിലേക്ക് ദുബായ് വഴിയുള്ള കണക്ഷൻ സർവീസും നിർത്തിവെച്ചു. ടെലവീവിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരിച്ചെടുക്കാനോ മറ്റൊരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യാനോ അവസരമുണ്ട്. ഇത്തിഹാദ് അബുദാബിയിൽ നിന്ന് ടെലവീവിലേക്കുള്ള സർവീസ് 22 വരെ നിർത്തിയതായി ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. എന്നാൽ ഇന്നു മുതൽ പുതുക്കിയ സമയക്രമത്തിൽ അമ്മാൻ, ജോർദാനില്, ബെയ്റൂട്ട്, ലെബനൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ സർവീസ് നടത്തും. റദ്ദാക്കിയ റൂട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ ഇറാൻ വ്യോമപാത അടച്ചതിനാൽ വിമാന സർവീസ് തിരിച്ചുവിടുന്നുണ്ടെന്നും വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവയിലൂടെ പരിശോധിച്ച് വിമാന സമയം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഫ്ലൈ ദുബായ്, ഇറാൻ, ഇറാഖ്, ഇസ്രയേൽ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ 20 വരെയും മിൻസ്ക്, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്നും ഉണ്ടാകില്ല. ഇന്നു മുതൽ ജോർദാൻ, ലെബനൻ സെക്ടറുകളിലേക്ക് പകൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കും. എയർ അറേബ്യ, ഷാർജ, അബുദാബി, റാസൽ ഖൈമ സെക്ടറുകളിൽ നിന്ന് ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് ഈ മാസം 30 വരെയുള്ള എയർ അറേബ്യ സർവീസ് നിർത്തിവെച്ചു. ടെഹ്റാൻ, മഷാദ്, ഷിറാസ്, ലാർ എന്നിവ ഉൾപ്പെടെ ഇറാനിലെ സെയിൽ ഓഫീസുകളും താൽക്കാലികമായി അടച്ചു. പ്രശ്നബാധിത മേഖലകളിലേക്കുള്ള കണക്ഷൻ വിമാന സർവീസുകളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിയതായും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും വിമാന സർവീസുകൾക്ക് മാറ്റമുണ്ട്. ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. കുവൈത്തിലെ ഏവിയേഷൻ സുരക്ഷയും സൗകര്യങ്ങളും സംബന്ധിച്ച് ദേശീയ സമിതി ഇന്നലെ ഒരു അസാധാരണ യോഗം ചേർന്നിരുന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ചെയർമാൻ ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഏവിയേഷൻ സുരക്ഷാ സൗകര്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ജനറൽ സ്റ്റാഫ്, ആഭ്യന്തര മന്ത്രാലയം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ്, കുവൈത്ത് ഫയർഫോഴ്സ്, ആരോഗ്യ, നീതിന്യായ, വിദേശകാര്യ മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായി സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കൂടാതെ യാത്രക്കാരുടെയും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും എയർലൈനുകളുടെയും സുരക്ഷയും ഭദ്രതയും ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. കുവൈത്തിലെ നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായ അന്താരാഷ്ട്ര ആവശ്യകതകളെക്കുറിച്ച് സമിതി നിർദ്ദേശങ്ങളും ശുപാർശകളും പുറപ്പെടുവിച്ചു. പ്രത്യേകിച്ചും മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അംഗീകരിച്ച ശുപാർശകളും നടപടിക്രമങ്ങളും വിട്ടുവീഴ്ചയില്ലാതെയും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും സഹകരണത്തോടെയും നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടുത്തത്, ഒമാൻ ഉൾക്കടലിൽ കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിട്ടുണ്ട്. അഡലിൻ എണ്ണക്കപ്പലിൽ നിന്ന് 24 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി UAE ദേശീയ സുരക്ഷാ സേനയിലെ തീരദേശ സുരക്ഷാ വിഭാഗം അറിയിച്ചു. 3 കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഉടൻ തന്നെ അടിയന്തരമായി ജീവനക്കാരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി. UAE-യുടെ 24 നോട്ടിക്കൽ മൈൽ അകലെ ഒമാൻ ഉൾക്കടലിലാണ് അപകടമുണ്ടായതെന്ന് ദേശീയ സുരക്ഷാ സേന അറിയിച്ചു. അഡലിൻ എണ്ണക്കപ്പലും മറ്റ് 2 കപ്പലുകളും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തന ബോട്ടുകൾ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഖോർഫക്കാൻ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഈ സമയം വന്നൊരു വാർത്തയായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിൽ ബോട്ടിടിയും അല്ലെങ്കിൽ മുങ്ങലും ഒക്കെ തന്നെ കേട്ട് മരവിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഒമാനിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വിവരങ്ങൾ, അപ്ഡേഷനുകൾ പുറത്തു വരും മണിക്കൂർ മാത്രമേ പുറത്തു വരികയുള്ളൂ. മറ്റൊരു വാർത്ത കൂടി വരികയാണെങ്കിൽ പ്രവാസിയുടെ വിയോഗം തന്നെയാണ്. ഉറക്കത്തിലുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ യുവാവ് സൗദി ജിസാനിലെ ബെയ്ഷിൽ നിര്യാതനായി. പരുത്തിപ്പാറ സ്വദേശി വടക്കിടി പൂവത്തുംകണ്ടി അഫ്സൽ താഹ എന്ന 35 വയസ്സുകാരനാണ് മരിച്ചത്. ജോലി സ്ഥലത്തെ മുറിയിൽ രാത്രി ഉറങ്ങുകയായിരുന്ന ഇദ്ദേഹത്തെ പിറ്റേന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 8 വർഷമായി ബെയ്ഷയിൽ കമ്പനിയിൽ ജോലിക്കാരനാണ്. മൃതദേഹം ബെയ്ഷ് ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. പിതാവ് വടക്കടി കോയാലി
അതുപോലെ തന്നെ മാതാവ് നോക്കുകയാണെങ്കിൽ ഖദീജ എന്നാണ്. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഹജ്ജ് കർമ്മങ്ങൾക്കിടെ അവശത അനുഭവപ്പെട്ട ചികിത്സയിലായിരുന്ന മലയാളി യുവതി മരിച്ചു എന്ന വാർത്ത വരുന്നു. തിരുവനന്തപുരം നാവായിക്കുളം ഡീസന്റ് മുക്ക സ്വദേശിനി ഫർസാനയാണ് മരിച്ചത്. ഹജ്ജ് കർമ്മത്തിനിടയിൽ മക്കയിൽ വെച്ച് ശാരീരികമായി അവശത അനുഭവപ്പെടുകയായിരുന്നു. ഭർത്താവ് സഫീറിനൊപ്പമാണ് ഹജ്ജിന് എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മക്കയിൽ ഖബറടക്കും. അടുത്തത് വാഹന ലൈസൻസിംഗ് സേവനങ്ങൾ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ലൈസൻസിംഗ് സേവനങ്ങൾ സംയോജിപ്പിച്ചും ഏകീകരിച്ചുകൊണ്ടും മൊത്തം സേവനങ്ങളുടെ എണ്ണം 54-ൽ നിന്ന് 14 കുറച്ചു. ഉപഭോക്തൃ സന്തോഷം വർദ്ധിപ്പിക്കാനും തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ സേവനം കൃത്യമായി വേഗത്തിൽ ലഭ്യമാക്കാനും ഇതിലൂടെയാകും. 360 കോംപ്രിഹെൻസീവ് സർവീസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇതെന്ന് RTA ലൈസൻസിംഗ് ഏജൻസി CEO അഹമ്മദ് മഹ്ബൂബ് അറിയിച്ചു. ഏകീകൃത ദുബായ് നൗ ആപ്പ് വഴി ഇപ്പോൾ 1-ലേറെ ഏകീകൃത ഡിജിറ്റൽ ലൈസൻസിംഗ് സേവനങ്ങൾ ലഭ്യമാണ്. UAE പാസ് ഡിജിറ്റൽ ഐഡന്റിറ്റി വഴി ഇലക്ട്രോണിക് സിഗ്നേച്ചർ പ്രവർത്തനം ആരംഭിച്ചു. ഇത് വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും പൊതുഗതാഗത ഉപയോക്താക്കൾക്കും സേവനം നൽകുന്ന ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കും. ഇതിലൂടെ എല്ലാ RTA സേവനങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും. പ്രധാന വാഹന ലൈസൻസിംഗ് സേവനങ്ങളിൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനും അപേക്ഷിക്കാം. നേരത്തെ ഈ പ്രക്രിയയ്ക്ക് 13 ഘട്ടങ്ങൾ കടക്കണമായിരുന്നു. ഇപ്പോഴത് ഒരൊറ്റ കാര്യക്ഷമമായ ഇടപാടായി ഏകീകരിച്ചു. ഇതുകൂടാതെ ഒട്ടേറെ സേവനങ്ങളുടെ പേരുകൾ പരിഷ്കരിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട്, ട്രാൻസ്ഫർ എന്നിവയുമായി ബന്ധപ്പെട്ട 6 സേവനങ്ങൾ വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കൽ എന്ന പേരിൽ ഒരൊറ്റ ഏകീകൃത സേവനത്തിലേക്ക് ലയിപ്പിച്ചു. ലൈസൻസിംഗ് സേവനങ്ങൾ പൂർത്തിയാക്കുന്നതിലെ അവസാനപടിയായ വാഹന നമ്പർ പ്ലേറ്റുകൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് സ്വീകരിക്കാൻ പ്രത്യേക ഓപ്ഷനുമുണ്ട്. നേരത്തെ ഡെലിവറി കമ്പനികളുമായി ഏകോപിപ്പിച്ചായിരുന്നു വാഹന നമ്പർ പ്ലേറ്റുകൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ നിരവധി വിമാനത്തെ അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യാത്ര തിരിക്കുന്നവർ കൃത്യമായി തന്നെ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കുക. മാത്രമല്ല അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടും ചിലയിടങ്ങളിൽ വിമാനത്താവളങ്ങളിൽ ചില സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആകെപ്പാടെ തന്നെ ഈ വിമാന യാത്രാ സർവീസുകളൊക്കെ തന്നെ ഒരു താളം തെറ്റിയൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കൃത്യമായി തന്നെ യാത്രാ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം മാത്രം യാത്രയ്ക്കായി പുറപ്പെടുക. തീർച്ചയായിട്ടും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.